മൾട്ടിനോമിയൽ നെവിയസ് അൽഗോരിതം. മൾട്ടിനോമിയൽ, അപ്പോൾ മൾട്ടിനോമിയൽ നെവിയസ് അൽഗോരിതം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലത്തിലാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ഐ ലവ് പിസ്സ, ഐ ലവ് പാസ്ത, ഐ ഹേറ്റ് ബ്രൊക്കോളി. ഇതാണ് നമ്മുടെ 3 ടെക്സ്റ്റ്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടോക്കണൈസേഷൻ ആണ്. അതായത് വേർഡ് ടോക്കണൈസ് ചെയ്യാം, ടെക്സ്റ്റ് ടോക്കണൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് എന്താ? ഐ ലവ് പിസ്സ. അപ്പോൾ ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ടെക്സ്റ്റ് ഇൻ ടു ഇൻഡിവിജ്വൽ വേർഡ്സ്. ആ വേർഡ്സിനെ ടോക്കൺസ് എന്ന് നമ്മൾ പറയും. അപ്പം ടോക്കണൈസേഷൻ ഫസ്റ്റ് വേർഡ് എന്താ? ഐ ലവ് പിസ്സ അല്ലേ? ഇത് നമുക്ക് ടോക്കണൈസ് ചെയ്യാം. ഇപ്പൊ ഐ ലവ് പിസ്സ എന്ന് പറയുന്നത് എങ്ങനെയാണ് ടോക്കണൈസ് ചെയ്യുമ്പോൾ വരാം? ഐ എന്ന് പറയുന്നത് ഒരു വേർഡായിട്ട്, ദെൻ കോമ, രണ്ടാമത്തെ വേർഡ് ഏതാ? ലവ്. ലവ് രണ്ടാമത്തെ വേർഡ്, ദെൻ കോമ, പിസ്സ. പിസ്സ മൂന്നാമത്തെ വേർഡ്. ഓക്കെ, പിസ്സ. ഈ ഐ ലവ് പിസ്സ എന്ന സെന്റൻസ് നമ്മളിങ്ങനെ ഐ ലവ് പിസ്സ എന്ന് ടോക്കണൈസ് ചെയ്തു, വേർഡ്സ് ആയിട്ട് ടോക്കണൈസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഏതാണ്? ഐ ലവ് പാസ്ത. ഇതും നമുക്ക് ടോക്കണൈസ് ചെയ്യാം. എങ്ങനെ ടോക്കണൈസ് ചെയ്യാം? ഐ കോമ ലവ് പാസ്ത. ഇനി നമ്മുടെ മൂന്നാമത്തെ ഏതാണ്? ഐ ഹേറ്റ് ബ്രൊക്കോളി. നമുക്ക് എങ്ങനെ ടോക്കണൈസ് ചെയ്യാം? ഓക്കെ, ഐ കോമ ഹേറ്റ് ആണല്ലേ, ഹേറ്റ് കോമ ബ്രൊക്കോളി. ഇപ്പൊ നമ്മുടെ ടോക്കണൈസേഷൻ കഴിഞ്ഞു അല്ലേ? ഈ ഒരു ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ടോക്കണൈസ് ചെയ്തു. ഓക്കെ, ടോക്കണൈസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽഡിംഗ് വൊക്കാബുലറി. വൊക്കാബുലറി ബിൽഡ് ചെയ്യണം. ഓക്കെ, ബിൽഡിംഗ് വൊക്കാബുലറി. നമുക്കിനി എങ്ങനെയാ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യണം. വൊക്കാബുലറി എങ്ങനെയാണ് വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാം? ഈ ഫുൾ ടെക്സ്റ്റിന്റെയും വൊക്കാബുലറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലുള്ള കോമൺ വേർഡ്സ് മാത്രം വെച്ചിട്ട്. ഐ എന്ന് പറയുന്നത് എടുക്കും, ദെൻ ഇതിലത്തെ ലവ് എടുക്കും. യുണീക്ക് വേർഡ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യുക അല്ലേ? ലവ്. നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് ഏതാ യുണീക്ക് വേർഡ് ഇതിൽ വരുന്നത്? പിസ്സ, അതുപോലെ പാസ്ത, ദെൻ ഹേറ്റ്. ഇതിൽ കോമൺ വേർഡ് അല്ലേ? ഹേറ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്. ദെൻ ബ്രൊക്കോളി. ഇതാണ് കോമൺ മാത്രമേ വൊക്കാബുലറിയിൽ നമ്മൾ എടുക്കുള്ളൂ. വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ എന്ത് ചെയ്യും? ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് അല്ലെങ്കിൽ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും, വെക്ടറൈസ് ചെയ്യാം. അപ്പം നമുക്ക് ടെക്സ്റ്റ് ഡാറ്റയെ നമുക്ക് മെഷീൻ ലേണിംഗിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. വെക്ടറൈസേഷൻ ചെയ്യും. അപ്പം എങ്ങനെയാണ് വെക്ടറൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഐ ലവ് പിസ്സ എന്നതിനെ വെക്ടറൈസ് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക്